നമസ്കാരം, എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നമുക്കൊരു വീഡിയോ കണ്ടിട്ട് വരാം. പ്രതിപക്ഷ നേതാവ് നയിക്കുന്ന പുതുയുഗ യാത്രയുടെ കുറ്റ്യാടിയിലെ പരിപാടിയിൽ വെച്ചാണ് ഈ സംഭവം. കാണുമ്പോൾ തന്നെ മനസ്സിലാവും, മുതിർന്ന കോൺഗ്രസ് നേതാക്കളാണ് ഈ ഒരു ഉന്തിനും തള്ളിനും അടിക്കുമിടയിലുള്ളത്. ഇത് വിശദമായി പറയുകയാണെങ്കിൽ DCC പ്രസിഡന്റ് പ്രമോദ് കക്കാട്ടിൽ ജാഥ ക്യാപ്റ്റനായ VD സതീശനെ, അതായത് പുതുയുഗ യാത്ര ജാഥ ക്യാപ്റ്റനായ പ്രതിപക്ഷ നേതാവ് VD സതീശനെ പ്രസംഗിക്കാനായി ക്ഷണിച്ചതാണ് ഷാഫി പറമ്പലിനെ പ്രകോപിപ്പിച്ചത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് MK രാഘവൻ MP സംസാരിച്ചതിനു ശേഷം ഷാഫി പറമ്പലായിരുന്നു സംസാരിക്കേണ്ടിയിരുന്നത്. എന്നാൽ അതേ സമയത്താണ് ജാഥയെ നയിച്ചുകൊണ്ട് ജാഥ ക്യാപ്റ്റനായ VD സതീശൻ അവിടെ എത്തുന്നത്. അതോടെ DCC പ്രസിഡന്റ് പ്രമോദ് കക്കട്ടിൽ ജാഥ ക്യാപ്റ്റനായ VD സതീശനെ പ്രസംഗിക്കാനായി ക്ഷണിച്ചു. ഇതോടെയാണ് ഷാഫി പറമ്പലിന്റെ നിയന്ത്രണം പോയത്. അദ്ദേഹം അത് പരസ്യമാക്കുകയും ചെയ്തു. താൻ ഇനി സംസാരിക്കാനില്ല എന്ന രീതിയിലാണ് അദ്ദേഹം പുറത്തേക്ക്, അതായത് വേദിക്ക് പുറത്തേക്ക് പോകാൻ പോയത്. ആ സമയത്ത് അദ്ദേഹത്തെ പിടിച്ചു നിർത്താനായിരുന്നു മറ്റ് മുതിർന്ന നേതാക്കൾ ശ്രമിച്ചത്. അതേസമയം ആ വേദിയിലുണ്ടായ ഉന്തിലും തള്ളിലും പെട്ടാണ് മുതിർന്ന നേതാവായ മുല്ലപ്പള്ളി രാമചന്ദ്രൻ താഴെ വീണത്. ആലോചിച്ച് നോക്കി, എത്രത്തോളം പരിഹാസ്യമായാണ് കോൺഗ്രസ് മാറുന്നത്. അടുത്ത കേരളം ഭരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ സർക്കാർ രൂപീകരിക്കുമെന്ന് അവകാശവാദം ഉന്നയിക്കുന്നവരാണ് ഈ ഒരു ചെറിയ പരിപാടിക്ക് പോലും സ്വയം നിയന്ത്രിച്ച് നിൽക്കാൻ സാധിക്കാതെ വരുന്നത്. ഇങ്ങനെ ഓരോരോ കോപ്രായങ്ങൾ കോൺഗ്രസ് നേതാക്കൾ കാണിക്കുമ്പോൾ ജനങ്ങൾ എന്ത് വിശ്വസിച്ച് ഇവർ വോട്ട് ചെയ്യും? അധികാരത്തിൽ എത്തുന്നതിന് മുമ്പ് ഇതാണ് അടിയെങ്കിൽ അധികാരത്തിലെത്തിയ ശേഷം എന്തായിരിക്കും അവസ്ഥ? എന്തായാലും ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾക്ക് എന്താണ് തോന്നിയത് എന്നുകൂടി കമന്റ് ചെയ്യാം. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.